ഹലോ, എല്ലാവർക്കും സുഖാണോ? വെൽക്കം ബാക്ക് ടു മൈ ചാനലിന് നിങ്ങളും വെൽക്കം ചെയ്യുന്നു. എന്നെയും ഞാൻ തന്നെ വെൽക്കം ചെയ്തേക്കുന്നു. കുറേ ഒരു 2 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ എൻ്റെ ചാനലിന് ആക്റ്റീവായിട്ട് വീണ്ടും ആക്റ്റീവായിരിക്കുകയാണ്. കുറേ ചേഞ്ചസ് ഉണ്ടായി. പിള്ളേരിപ്പോൾ ഇന്ത്യയിലാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഇപ്പോൾ ഖത്തറിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് സ്ലോ ലൈഫാണ്, പിള്ളേർ ആരുമില്ല, പിന്നെ റൊട്ടീനായിട്ട് വർക്ക് അങ്ങനെ ഒന്നുമില്ല. സോ ഇറ്റ്സ് എ സ്ലോ ലൈഫ്. അപ്പോൾ ഇത് വീണ്ടും ചാനലിന് ആക്റ്റീവ് ആവാൻ വിചാരിച്ചു. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? കുറേ കാലം കഴിഞ്ഞ് ഫോൺ എടുത്തിട്ട് എന്താ സംസാരിക്കുന്നതെന്നൊന്നും അറിയില്ല, ഒരു ഫ്ലോ കിട്ടണില്ല. സോ വരുന്ന വഴിക്ക് അങ്ങനെ വെച്ചിട്ട് കാണാം അല്ലേ. പുതിയ കൺട്രിയിൽ ഒറ്റയ്ക്ക് ഇറങ്ങാൻ ആദ്യം കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയല്ല കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ വീഡിയോസും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സോ റെഡിയായി, ഊബർ ബുക്ക് ചെയ്തിട്ടില്ല, ബുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഊബർ വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങളുടെ 21st ആനിവേഴ്സറി ആയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഒരു ഔട്ടിങ്ങിന് പോയായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ടിട്ട് തിരിച്ചു വരാം. ആനിവേഴ്സറിക്ക് ലഞ്ചിന് ചിക്കൻ ടിക്ക ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ ഓണിയൻ റൈത്ത, ഇതാ സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു 5 ഇയേഴ്സായിട്ട് ഒരാൾ ഇന്ത്യയിലും ഒരാൾ ഖത്തറിലുമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാവാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. സോ ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഉള്ളതുകൊണ്ട് വിൽ മേക്ക് ദ മോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് അങ്ങനെ വിചാരിച്ചിട്ട് ഇനി എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ലഞ്ച് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരു സൂപ്പർ ഡിന്നർ ഡേറ്റും പ്ലാൻ ചെയ്തു. അതിന് മുന്നേ ഈ ഒരു 20 ഇയേഴ്സിൽ നോക്കിയാൽ അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇങ്ങനെ സെലിബ്രേഷന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഡേറ്റ്സിന് പോവോ ലഞ്ച് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നെങ്കിൽ ഹസ്ബൻഡ് ഓൺ സൈറ്റിലായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അങ്ങനെ ഒരു നോർമൽ ഡേ ആയിട്ടാണ് പോകുന്നത്. സോ ഇപ്രാവശ്യം പുതിയ കൺട്രിയും കൂടി ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മെമ്മറബിളായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്ത് ഈ ഒരു ഡിന്നർ ഡേറ്റ് ചെയ്തായിരുന്നു. ഭയങ്കര മെമ്മറബിളായിരുന്നു. വളരെ നല്ല മെമ്മറീസും ഫോട്ടോസും ഒക്കെ കിട്ടി. ഈ ഒരു പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസാണ് ഖത്തറിൽ. ആൻഡ് ഈ ഒരു ക്ലൈമറ്റും ഭയങ്കര നല്ല കൂൾ ക്ലൈമറ്റാണ്. വിൻ്റർ സീസണിങ് ഏരിയ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു നല്ല ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സെൽഫീസും എടുത്ത് കുറേ നേരമായി സെൽഫി എടുത്തിട്ട് മതിയാക്കാൻ പറഞ്ഞിട്ട് മതിയാക്കിയിട്ട് വന്നതാണ്. സോ നമ്മൾ കമ്മിങ് ബാക്ക് ടു ഡേ ഇൻ മൈ ലൈഫിൽ അവിടെ പോയിട്ട് വീഡിയോസ് അധികം എടുക്കാൻ പറ്റിയില്ല. കുറച്ചൊക്കെ പേടിയായിരുന്നു, എങ്ങനെ ആൾക്കാർ എടുക്കുമെന്ന് അറിയില്ല. സോ അങ്ങനെ കുറച്ചേ എടുത്തുള്ളൂ, ചെറിയൊരു ക്ലിപ്പിങ്സ് മാത്രമേ എടുത്തുള്ളൂ. സോ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കാൻ തന്നെ കുറേ ലേറ്റായി. ഈ ടൊമാറ്റോസ് ഉണ്ടാവും സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടും സലാഡിന് വേണ്ടിയിട്ടുള്ള ബേബി ടൊമാറ്റോസ്. ഹലോ, ഇന്നലെ വീഡിയോ എൻ്റെ ഇതില്ലല്ലോ, അങ്ങനെ വന്ന് ടയർഡായിട്ട് എല്ലാം എടുത്തു വെച്ചിട്ട് അങ്ങനെ കിടന്നു. ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല. വർക്ക് അറ്റ് ഹോമാണോ പോകേണ്ടി വരുമോയെന്ന് അറിയാണ്ട് ഇങ്ങനെ രാവിലെ തൊട്ട് കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോകേണ്ടി വന്നു. അപ്പോൾ ഓഫീസിൽ പോയി ഹസ്ബൻഡ്. പിന്നെ കുക്കിങ് സിമ്പിൾ കുക്കിങ്ങായി ഫിനിഷ് ചെയ്തു. ഇന്നത്തെ സിമ്പിൾ ലഞ്ച് സുണ്ടയ്ക്ക വത്തക്കുഴമ്പുണ്ട്, പിന്നെ
പാവയ്ക്ക വറുവലുണ്ട്. പിന്നെ രാവിലെ ഉണ്ടാക്കിയ പുട്ടും കടലുണ്ട്. വേണമെങ്കിൽ നമുക്ക് നല്ല കേടുണ്ട്, കേട് അച്ചാറ്. ഇനി സിമ്പിൾ കുക്കിംഗ് വത്തക്കുഴമ്പ് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് വേപ്പില 2 ദിവസം മുമ്പ് ഓൺലൈനിൽ ഓർഡർ ചെയ്തായിരുന്നു. വേപ്പില തീർന്നിട്ട് ഒരുപാട് കൊണ്ടുവന്നു. 5 റിയാൽസിനൊക്കെ ഒരുപാട്, ഒരു കൊമ്പ് നിറച്ച് വേപ്പിലയായി പോയി. അപ്പോൾ എന്തായാലും യൂസ് ആവില്ല, നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് കേടാവും. അപ്പോൾ എന്തെങ്കിലും കറിവേപ്പില പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ കഴുകി എടുത്ത് ഉണക്കാൻ വെക്കാനോ. കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഹെയർ ഫോൾ ഉണ്ട്. ഓൾറെഡി എണ്ണ ഉണ്ട് അടുത്തുണ്ട്. അപ്പോൾ എണ്ണയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഫ്രീ ആണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഇങ്ങനത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഇട്ടാൽ മതിയോ? ഇങ്ങനത്തെ വീഡിയോസ് എൻ്റെ കുക്കിംഗ് വീഡിയോസ് ആണോ, റെസിപ്പി വീഡിയോസ് ആണോ, ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫാണോ എന്ന് കമൻറ്റ് ചെയ്യോ? അപ്പോൾ അതിനനുസരിച്ച് വീഡിയോസ് ഇടാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ടേക്ക് കെയർ, ബൈ.